റിട്ടേൺസ് കുറയ്ക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ സെയിൽ ചെയ്യുന്നവർ ഏറ്റവും വലിയ പ്രശ്നമുള്ള റിട്ടേൺസ്. ഇത് കുറയ്ക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് അപ്ലോഡ് ചെയ്യുക. ഒന്നാമത്തെ ഇമേജ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളെ പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് കളർ ആയിക്കോട്ടെ, ഇതായിരിക്കും ഇത് പെർഫെക്റ്റ് ആയിരിക്കണം. ചിലവർ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ നിന്ന് എവിടെ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ആയിരിക്കും ഇടുക. ഈ പ്രൊഡക്റ്റും ആ ഇമേജായിട്ട് വലിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. കറക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഇടുക. അതുപോലെ തന്നെ ഇൻഫോഗ്രാഫിക് ഇമേജസ് ആഡ് ചെയ്യുക. ആ പ്രൊഡക്റ്റിൻ്റെ നീളവും വീതിയും കാര്യം ഇപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് ആമസോണിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ 5-10 ഇമേജസ് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജസ് ഇൻഫോഗ്രാഫിക് ഇമേജസ് ആവശ്യമാണെങ്കിൽ അത് ആഡ് ചെയ്യുക. പിന്നെ ഡിസ്ക്രിപ്ഷൻ വളരെ കൃത്യമായിട്ട് ആ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡിസ്ക്രിപ്ഷൻ എഴുതുക. വെറുതെ എവിടെയെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ അതിനകത്ത് അതിൻ്റെ വലിപ്പം ഞാൻ പറഞ്ഞല്ലോ, സൈസ് ആണെങ്കിൽ സൈസ്, കളറ്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ ആവശ്യമാണെങ്കിൽ വീഡിയോ ഉൾപ്പെടുത്തുക. അപ്പോൾ അതിന് പൈസ മുടക്കും കാര്യങ്ങളൊന്നുമില്ലല്ലോ. നിങ്ങളെ പ്രൊഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ റോ ആയിട്ട് വീഡിയോ എടുക്കാം, വലിയ എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാതെ. ആ കസ്റ്റമർക്ക് ആ ഒരു പ്രൊഡക്റ്റ് പച്ചയായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ. കാരണം ഇത് ഓൺലൈനായിട്ടാണല്ലോ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത്, നിങ്ങളെ പ്രൊഡക്റ്റ് നേരിട്ട് കണ്ടിട്ടല്ല. അപ്പോൾ ആ ഒരു ആമസോണിൻ്റെ ഫ്രണ്ടിലുള്ള ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജ് കണ്ടിട്ട് അയാളത് മേടിച്ച് അയാളത് ഉപയോഗിക്കും. അയാളുടെ ആ ഒരു കസ്റ്റമറിൻ്റെ പ്രതീക്ഷയ്ക്ക് ഒത്തുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കില്ല അത്. അപ്പോൾ അയാൾ സ്വാഭാവികമായിട്ട് അത് റിട്ടേൺ ചെയ്യുക. കസ്റ്റമറെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു വഴി എന്ന് വെച്ചാൽ വീഡിയോ ചെയ്യുക. റോ ആയിട്ടുള്ള വീഡിയോ, വെറുതെ എഡിറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്യാതെ ആ പച്ചയായിട്ടുള്ള നല്ല രീതിയിൽ ആ പ്രൊഡക്റ്റ് എങ്ങനെയാണോ ഒറിജിനൽ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ട് ആമസോണിലൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കസ്റ്റമർ പ്രൊഡക്റ്റ് ആ വീഡിയോ കണ്ടിട്ടായിരിക്കും മേടിക്കുക. അപ്പോൾ റിട്ടേൺസ് ആ വഴി നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞങ്ങൾ റിട്ടേൺസ് നല്ല രീതിയിൽ കുറയാനായിട്ട് ഈ ഒരു ട്രിക്ക് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇതുപോലത്തെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ തുടങ്ങിയ സൈറ്റിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ മുമ്പ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ കോഴ്സിൻ്റെ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്തോളാം. തുടക്കം മുതൽ, അതായത് ഒരു ആമസോണിൽ അക്കൗണ്ട് എങ്ങനെ എടുക്കാം എന്നത് മുതൽ എന്തൊക്കെ ആമസോണിൽ ആവശ്യമാണ് അതെല്ലാം നമ്മൾ ആ വീഡിയോയിൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് സമയം പോലെ അത് പങ്കെടുത്താൽ, അതായത് ആ ക്ലാസ്സിൽ എടുത്താൽ മതി. ഈ പറഞ്ഞ പോലെ ഓൺലൈനോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്.